സത്യപ്രതിജ്ഞ ചെയ്ത അന്നു മുതൽ കേരളം കാണുന്നതാണ് കുനിയാൻ പറയുമ്പോൾ മുട്ടിലിഴയുന്ന UDF സർക്കാർ നയങ്ങൾ. എന്താണ് ഇങ്ങനെയെന്ന് എല്ലാവരും അത്ഭുതപ്പെടുകയും ഇപ്പോൾ ആ അത്ഭുതം സ്വാഭാവികമായ ഒരു UDF BJP പരിപാടി എന്ന നിലയ്ക്ക് മാറുകയും ചെയ്തു. എന്നാൽ കാതലായ ചോദ്യം ബാക്കി നിൽക്കുന്നു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ BJPയെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുമെന്ന് ഗീർവാണമടിച്ച സതീഷിനും കുഞ്ഞാപ്പയ്ക്കും ലീഗിനും എന്ത് പറ്റി? ഉത്തരം അന്വേഷിച്ച് ഒരുപാട് പ്രയാസപ്പെടേണ്ട. ഉത്തരം ലളിതമാണ്. ED എന്നൊരു വാൾ സതീഷിന്റെയും കൂട്ടരുടെയും കഴുത്തിന് മുകളിലുണ്ട് എന്നതാണ് ആ ഉത്തരം. BJPക്കാർ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ സതീഷിനും ലീഗും കാണിക്കുന്ന ഈ മോഡി ഭക്തിക്ക് പിറകിൽ അങ്ങനെയും ചില കാരണങ്ങളുണ്ടെന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല. ഒന്ന്, സതീഷിന്റെ പുനർജനി കേസ്. ശരിക്കും BJPക്ക് ഏത് സമയവും സതീഷിനെ പൂട്ടാനുള്ള ആയുധമാണ് പുനർജനി കേസ്. കേന്ദ്രത്തിലെ സകല ഏജൻസികൾക്കും കേറി നിറങ്ങാനുള്ള വകുപ്പുകളുള്ള ഒരു കേസ്. വിദേശ നാണയ വിനിമയ ചട്ടലംഘനം മുതൽ വഞ്ചന വരെയുള്ള സകല കുറ്റങ്ങളും ഉൾപ്പെട്ട കേസ്. ആ കേസിന്റെ ഫയൽ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം സതീശൻ ഇനിയും മുട്ടിലിഴിയും. ഗോൾവാക്കറുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തു, മോഡിയെ സ്തുതിക്കും. അല്ലാതെ നേരെ നിന്ന് എതിർക്കാനുള്ള തണ്ടലുറപ്പ് മേനോനില്ല. രണ്ട്, മാസപ്പടി കേസ്. കേന്ദ്രം നിരീക്ഷങ്ങിറങ്ങിയാൽ വീണയുടെ പിറകെ നടക്കുന്നത് പോലെ ആകില്ല കാര്യങ്ങൾ. രമേശിനും കുഞ്ഞാലിക്കുട്ടിയും ഇണ്ണ വരപ്പിക്കും. യഥാർത്ഥത്തിൽ വീണയ്ക്കെതിരെയുള്ളത് ED തോറ്റ കേസും ബാക്കി മാസപ്പടി കേസിൽ ആശാന്മാർക്ക് അക്ഷരാർത്ഥത്തിൽ അങ്കലാപ്പിലാണ്. മൂന്ന്, കരിമണൽ കേസ്. ഉമ്മൻചാണ്ടിയും രമേശിനും കുഞ്ഞാലിക്കുട്ടിയും പ്രതികളായ കേസ് CBIയുടെ കയ്യിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. ഇതൊന്നു മതി എല്ലാത്തിനെയും പോക്കാൻ. നാല്, ലീഗും ഷാജിയും പിന്നെ കുഞ്ഞാപ്പയും. എന്താണ് ലീഗിന്റെ പ്രശ്നം? അതും തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന കേസുകൾ തന്നെയാണ്. ഷാജിക്ക് മുകളിൽ ED കേസ് നിലനിൽക്കുന്നു, കുഞ്ഞാപ്പയ്ക്കും ഭീഷണിയുണ്ട്. ഓർമ്മയിലെ കുറച്ചുനാൾ മുൻപത്തെ സഹകരണ ബാങ്ക് ആരോപണം? അടങ്ങി ഒതുങ്ങി മിണ്ടാതെ പഞ്ചപുച്ഛമടക്കി നിന്നില്ലെങ്കിൽ കേന്ദ്രം കേറി ഇറങ്ങി നിറങ്ങുമെന്ന് ഷാജിക്കും കുഞ്ഞാപ്പയ്ക്കും നന്നായി അറിയാം. നിരങ്ങി വേണ്ടി വന്നാൽ കേന്ദ്ര ഏജൻസികൾ പാണക്കാട്ട് തറവാട്ടിൽ വരെ കേറി നിറങ്ങുമെന്നൊരു ഭയവുമുണ്ട് ലീഗിന്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രമാത്രം: നിങ്ങൾ ഈ കാണുന്ന മോഡി സ്തുതികൾ വെറുതെയല്ല, അവനവന്റെ നിലനിൽപ്പിനായുള്ള കീഴടങ്ങലാണ്. ഇനിയും സതീശൻ സവർക്കറുടെ മുന്നിൽ പുഷ്പാർച്ചന നടത്തിയാൽ നിങ്ങൾ ഞെട്ടരുത്. ഷാജി മോഡിക്ക് മുത്തം കൊടുത്താലും നിങ്ങൾ ഞെട്ടരുത്. ഭൂതകാലത്ത് ചെയ്ത തെറ്റുകളുടെ ഫയലുകൾ BJPയുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം ഈ കാലുനക്കൽ തുടരും. ഹിന്ദു രക്ഷാ